Hello, my dear students. Welcome to EduPort. This is me, your Shafizar. So, my dear students, ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ SSLCക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എന്താണ് പഠിക്കാനുള്ളത്? യു വാണ്ട് ടു നോ അബൌട്ട് ദാറ്റ്, റൈറ്റ്? നിങ്ങൾക്ക് എന്താണ് ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളത്? എന്തൊക്കെയാണ് സാറേ ഞങ്ങൾ ഇംഗ്ലീഷിൽ പഠിക്കേണ്ടത്? ലിസൺ ഹിയർ വി ഗോ. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ രണ്ട് ടൈപ്പ് നിങ്ങൾ പഠിക്കണം. ഒന്ന് ഡിസ്കോഴ്സസ് ഉണ്ട്, മറ്റൊന്ന് ഗ്രാമർ ഉണ്ട്. ഡിസ്കോഴ്സസ് ആൻഡ് ഗ്രാമർ. എന്താണ് ഡിസ്കോഴ്സസ്? 10ാം ക്ലാസ്സിലെ ഡിസ്കോഴ്സിൽ പെട്ടാണ് നിങ്ങൾക്ക് നോട്ടീസ് എഴുതാനുണ്ടാവും അല്ലേ? നിങ്ങൾക്ക് നോട്ടീസ് എഴുതാനുണ്ടാവും. മാത്രമല്ല നിങ്ങൾക്ക് സ്പീച്ച് എഴുതാനുണ്ടാവും. സ്പീച്ച് 8 മാർക്കിന് സ്പീച്ച്, 6 മാർക്കിനോ 5 മാർക്കിനോ നോട്ടീസ് ഉണ്ടാവും. ലെറ്റർ എഴുതാനുണ്ടാവും. 2 ടൈപ്പ് ലെറ്റർ ഒരു പക്ഷേ വരാം. ഒന്നെങ്കിൽ ഫ്രണ്ട്ലി ലെറ്റർ അല്ലെങ്കിൽ ഒഫീഷ്യൽ ലെറ്റർ, അല്ലേ? പിന്നെ നമുക്ക് എന്തായാലും ഉണ്ടാവും അപ്രീസിയേഷൻ എഴുതാനുണ്ടാവും. അപ്രീസിയേഷൻ എഴുതാനില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇന്ന് വരെ കടന്നു പോയിട്ടില്ല, റൈറ്റ്? പിന്നെ നിങ്ങൾക്ക് ഡയറി എഴുതാനുണ്ടാവും. 10ാം ക്ലാസ്സിൽ ഒരു വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 8ലും 9ലൊക്കെ പഠിച്ച പോലെ തന്നെ 10ലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഡയറി എഴുതുക എന്നുള്ളത്. ദെൻ നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലാണ് കോൺവെർസേഷൻ മേക്കിംഗ്. ഒരു സംഭാഷണം നിങ്ങൾ പരസ്പരം ഉണ്ടാക്കാൻ ആരെങ്കിലും ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു സംഭാഷണം ഉണ്ടാക്കേണ്ടി വരും. കോൺവെർസേഷൻ മേക്കിംഗ്, റൈറ്റ്? ദെൻ നിങ്ങൾക്ക് നെറേറ്റീവിന് ഉണ്ടാക്കാനുണ്ടാവും. നെറേറ്റീവിന് അല്ലേ, വാട്ട് ഈസ് നെറേറ്റീവ് സാർ? നടന്ന ഒരു കാര്യം ഒന്നുകിൽ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവോ അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ നെറേറ്റീവോ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനുണ്ടാവും, അല്ലേ? എന്താ ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ്? ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഞാനാണ് ഡോക്ടർ, അല്ലേ? ഹോമിയോപ്പതി ഡോക്ടർ ആരാണ്? ഞാനാണെങ്കിൽ എനിക്ക് എന്ത് സംഭവിച്ചു, അല്ലേ? ഞാനെങ്ങനെ വെൻ ഐ സിറ്റ് ഇൻ മൈ ഓൺ മൈ ചെയർ, ഞാൻ എൻ്റെ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് എ സ്നേക്ക് കെയിം ഡൗൺ, അല്ലേ? അടിയിലേക്ക് വന്നു എന്നൊക്കെ പറഞ്ഞാണ്ട് ആൻഡ് കോൾഡ് ഓൺ മൈ ആംസ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഞാൻ ഡോക്ടർ ആണെങ്കിൽ അതാണ് ഫസ്റ്റ് പേഴ്സൺ നെറേറ്റീവ്. എന്താണ് തേർഡ് പേഴ്സൺ നെറേറ്റീവ് എന്ന് പറഞ്ഞു കേട്ടാൽ ശ്രദ്ധിച്ച് കേട്ടോ മക്കളെ, അല്ലേ? വെൻ ഡോക്ടർ വാസ് സിറ്റിംഗ് ഓൺ ഹിസ് ചെയർ, അയാള് ഡോക്ടർ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് എ സ്നേക്ക് കെയിം ടു ഹിം, അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരു പാമ്പ് വന്നു. ആൻഡ് കോൾഡ് ഓൺ ഹിസ് ആംസ്, അല്ലേ? അദ്ദേഹത്തിൻ്റെ കയ്യിൽ ചുറ്റി എന്നൊക്കെ പറയുന്നില്ലേ? ഇത് മനസ്സിലാക്കണം. അതാണ് തേർഡ് പേഴ്സൺ നെറേറ്റീവ്. ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യും? SSLC കമ്പൾസറി ആയിട്ട് ചോദിച്ചിരിക്കും. റെഡി? Here we go. So, next റൈറ്റപ്പ് എഴുതാനുണ്ടാവും, അല്ലെ? ഒരു വിഷയത്തെ കുറിച്ച് എഴുതാനുണ്ടാവും. നിങ്ങൾക്ക് റൈറ്റപ്പ് എഴുതാനുണ്ടാവും. റെഡി അല്ലേ മക്കളെ? സാർ ഇതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടോ? ഉണ്ട്. സൊല്യൂഷൻ ഇല്ലാണ്ട് എന്താണ് പിന്നെ നമ്മുടെ ക്ലാസ്സിലെ? നോക്കൂ, പ്രൊഫൈൽ എഴുതാനുണ്ടാവും. ഇതൊക്കെ എഴുതാൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട. ബിക്കോസ് ഐ എം ഹിയർ. ഹേയ് ഡിയർ, ഡോണ്ട് ഫിയർ ബിക്കോസ് ഐ എം ഹിയർ, അല്ലേ? റിവ്യൂ എഴുതാനുണ്ടാവും. റിവ്യൂ എഴുതാനുണ്ടാകും, റൈറ്റ്? റിവ്യൂ ഒരു പുസ്തകത്തെ കുറിച്ച് എഴുതാനുണ്ടാവും. വാട്ട് എവർ ദ തിങ്, അല്ലേ? എന്തെങ്കിലും ഒരു സംഗതിയെ കുറിച്ച് ചുരുക്കി എഴുതാനുണ്ടാവും. ദെൻ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്, അല്ലേ? ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും. ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഫോർ എക്സാമ്പിൾ അഡിച്ചീനൊക്കെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കാം, അല്ലേ? മാർത്തേനെ നമ്മൾ ഇന്റർവ്യൂ ചെയ്യുകയാണെങ്കിൽ എന്തെല്ലാം ചോദ്യങ്ങൾ ചോദിക്കാം. ഇതുപോലെ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ദെൻ ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവും. ഒരു പക്ഷേ മാർത്തേൻ്റെ ക്യാരക്ടർ സ്കെച്ച് ആവാം, അല്ലെങ്കിലോ നമുക്ക് ഡോക്ടർ ഹോമിയോപാത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ആവാം, അല്ലേ? അല്ലെങ്കിലോ പിന്നെ ജോണസിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ആവാം. ആരുടെ ക്യാരക്ടർ സ്കെച്ച് ആണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാൻ സാധിക്കും. ക്യാരക്ടർ സ്കെച്ച് ഉണ്ടാവും. ദെൻ പിന്നെ പാരഗ്രാഫ് എഴുതാനുണ്ടാവും. നമുക്കൊരു പാരഗ്രാഫ് എഴുതാനുണ്ടാവും, അല്ലേ? ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് ഉണ്ടാവും. എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനുണ്ടാവും. പിന്നെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഇല്ലേ? ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതാനുണ്ടാവും. നടന്നൊരു സംഭവത്തിനെ കുറിച്ച് ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇതാണ് നിങ്ങൾക്ക് ഡിസ്കോഴ്സസിൽ പൊതുവെ ചോദിക്കൽ. മനസ്സിലായോ? ഇനി സർ, വാട്ട് ഈസ് ഗ്രാമർ സെഷൻ? Be patiently wait for my class. So look at here. Conversation filling ഉണ്ടാവും. കോൺവെർസേഷൻ ഫില്ലിങ് അതിൽ മെയിൻലി നമുക്ക് ഏതൊക്കെ ഉണ്ടാവും? ഒരു പിന്നെ ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവും, അല്ലെ? ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാവും മക്കളെ, അല്ലേ? പിന്നെ ഏതുണ്ടാവും? ഇഫ് ക്ലോസ് ഉണ്ടാവും. ഇഫ് ക്ലോസ് എന്ന് പറയുന്നത് ഇഫ് ക്ലോസ് ഉണ്ടാവും. അതിൽ പഠിക്കാനുണ്ടാവും. പിന്നെ നമുക്ക് അതിൽ പഠിക്കാൻ WH ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് പഠിക്കാനുണ്ടാവും. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ അതിൽ തന്നെ ഉള്ളതാണ് എന്താ? ഹാഡ് ബെറ്റർ, അല്ലേ? ഹാഡ് ബെറ്റർ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ടാവും. ഒന്നുകിൽ വുഡ് യു മൈൻഡ് എന്ന് പറയുന്ന മറ്റൊരു പോർഷൻ ഉണ്ടാവും. വുഡ് യു മൈൻഡ് എന്ന് പറയുന്നത് വുഡ് യു മൈൻഡ്, അല്ലേ? റയറായിട്ട് ചോദിച്ചിട്ടുള്ള ഒരു സാധനമാണ് എന്താ അറിയോ? ദ മോർ എന്ന് പറയുന്ന സാധനം. ഏതാണ് പറ? ദ മോർ. ഏതാണ്? ദ മോർ, അല്ലേ? ഈ ഗ്രാമറൊക്കെ ഉണ്ടോ സാർ? യെസ്, ഈ ഗ്രാമേഴ്സ് എല്ലാം ഉണ്ട്. ഇതെങ്ങനെ പഠിക്കണം, അല്ലേ? അതെല്ലാം പഠിപ്പിക്കലല്ലേ നമ്മുടെ റെസ്പോൺസിബിലിറ്റി. ഐ വിൽ ഡു എവറിത്തിങ് വിത്ത് എ ഈസി ട്രിക്ക്. ഞാൻ എല്ലാം നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിപ്പിച്ചിട്ട് തരുന്നുണ്ട്. ദിസ് ഇസ് മൈ പ്രോമിസ്, ഷാഫീസ് പ്രോമിസ്, റൈറ്റ്? സി ഷാഫീസേഴ്സ് പ്രോമിസ്, റൈറ്റ്? അപ്പോൾ ക്വസ്റ്റ്യൻ ടാഗ്, ഇഫ് ക്ലോസ്, WH ക്വസ്റ്റ്യൻ, യെസ് ഓർ നോ ക്വസ്റ്റ്യൻ, ഹാഡ് ബെറ്റർ, വുഡ് യു മൈൻഡ്, ദ മോർ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്തിലുണ്ടാവും? ഈ കോൺവെർസേഷൻ ഫില്ലിങ്ങിൽ ഉണ്ടാവും. ദെൻ റിപ്പോർട്ടഡ് സ്പീച്ച്.
വളരെ ഈസി ആയിട്ട് പഠിപ്പിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് ദ റിപ്പോർട്ട് സ്പീച്ച്. അതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇല്ലേ? എല്ലാവർക്കും ടഫ് അല്ലേ? ബട്ട് ഐ വിൽ ഡു ഇറ്റ് വെരി സിംപിളി, ബേ വിത്ത് മീ. ഓക്കെ, ദെൻ എഡിറ്റിംഗ് ഉണ്ടാവും മക്കളെ. എഡിറ്റിംഗ്, അയ്യോ സർ എഡിറ്റിംഗ് ആണ് ആകെ പ്രശ്നം. നോ വറി, 2 ടൈപ്പ് എഡിറ്റിംഗ് ഉണ്ട്. ഒന്നുകിൽ എഡിറ്റിംഗ് ലൈക്ക് നമ്മളുണ്ടാവില്ല പ്രിപ്പോഷൻസ് ഒക്കെ എടുത്താണ്ട് ഓണും ഇന്നും അറ്റൊക്കെ നമ്മൾ എടുത്തുകൊണ്ട് അതിൽ പാക്ക് ചെയ്ത് വെക്കുന്ന ആ ഒരു ടൈപ്പ്, ക്ലോസ് ടൈപ്പ് എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഉണ്ടാവും. അല്ലെങ്കിലോ പിന്നെ ബ്രാക്കറ്റിൽ ഉണ്ടാവില്ല, നമ്മൾ ഓൾറെഡി ടെൻസിൽ വരുന്ന ചേഞ്ചുകൾ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ യെസ്റ്റർഡേ രാജു ഡാഷ് ടു കോളേജ്, ഡാഷ് ഉണ്ടാവും, ചിലപ്പോൾ ഗോ ടു കോളേജ് എന്നുണ്ടാവും. അപ്പോൾ യെസ്റ്റർഡേ ഉള്ളത് കൊണ്ട് ഗോ വെക്കാൻ പറ്റൂല, എന്ത് വെക്കേണ്ടി വരും പറ, വെൻറ്റ് വെക്കേണ്ടി വരും. കാര്യം ഇന്നലെ കഴിഞ്ഞതാകുമ്പോൾ നമുക്ക് ഈ ഗോ എന്ന് പറയുന്നത് പാസ്റ്റിലേക്ക് മാറ്റേണ്ടി വരും. അതുപോലത്തെ എഡിറ്റിംഗ് ചെയ്യാനുള്ളത് ഉണ്ടാവും. സോ അതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയോ, എക്സാം ആകുന്നതിന് മുന്നേ ഏറ്റവും ചുരുങ്ങിയത് എല്ലാ ഗ്രാമർ സെഷനിലും എല്ലാ ഈ എഡിറ്റിങ്ങിൻ്റെ പോർഷനിലൊക്കെ ഒരു 10-15 പോലെ നമ്മൾ ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ആ ഏരിയ സക്സസ് ആവുള്ളൂ. ഇഫ് യു വാണ്ട് സക്സസ് യുനോ, നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ ക്ലിയർ ചെയ്യണോ, നമ്മളൊരു 15 ചെയ്ത് പഠിക്കണം. വി ക്യാൻ ഡു ഇറ്റ് വെരി സിംപ്ലി. ഓക്കെ, ഐ വിൽ ഹെൽപ്പ് യു. ഫ്രേസൽ വെർബ്. സർ ഫ്രേസൽ വെർബ് ആകെ പ്രശ്നമാണ്. ഞങ്ങൾ എങ്ങനെ ഫ്രേസൽ വെർബ് കാണാണ്ട് പഠിക്കുക? ബുദ്ധിമുട്ടാണല്ലോ. വൈ യു പാനിക് മാൻ, സീ മൈ വീഡിയോസ് ഓഫ് ഫ്രേസൽ വെർബ്. കാണാണ്ട് പഠിക്കുക എന്നുണ്ടെങ്കിൽ വളരെ ഈസി ട്രിക്സിലൂടെ അല്ലേ നമ്മൾ പഠിക്കുന്നത്. അതുപോലെ പഠിച്ചിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ്റെ ഓരോന്നിൻ്റെ അടിയിൽ എന്ത് ചെയ്യും, നമ്മൾ ഇതിൻ്റെ മീനിങ് എഴുതി വെക്കും. പിന്നെ നമ്മൾ ആ സെൻറ്റൻസ് വായിക്കുമ്പോൾ അവർക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതാണ് അതിൻ്റെ ട്രിക്ക്. നമുക്ക് ചെയ്യാം കേട്ടോ. റൈറ്റ്, ദെൻ സെൻറ്റൻസ് അനാലിസിസ് എന്ന് പറയുന്ന സാധനമുണ്ട്. നേരത്തെ പോലെ എഡിറ്റിംഗ് കൂടാണ്ട് തന്നെ എന്താണ് വെർബ് ഫ്രേസ്, നൗൺ ഫ്രേസ് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ ഉണ്ടാവില്ലേ, നമുക്കത് പഠിക്കാനുണ്ടാവും. സോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇത്രയും സെഷനാണ് നമുക്ക് ഗ്രാമറിലുള്ളത്. പിന്നെ ഇത്രയും സെഷനാണ് നമുക്ക് എന്തിലുണ്ടാവില്ല പറ, ഡിസ്കോഴ്സിൽ. ഇതെല്ലാം പഠിച്ചാൽ 10ാം ക്ലാസ് SSLCക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, A+ മേടിക്കാൻ സാധിക്കും. ദിസ് ഈസ് മൈ ഗ്യാരണ്ടി ആൻഡ് ഐ വിൽ ബി ദർ വിത്ത് യു. താങ്ക് യു വെരി മച്ച്.